Hi friends, welcome to Vayolas kitchen. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു authentic Kerala dish ആണ്, മീൻ പൊള്ളിച്ചത്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ആവോലിയാണ്. കരിമീനായാലോ ആവിയിലായാലോ എന്ത് മീനും നിങ്ങൾ യൂസ് ചെയ്യാം. സോ ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ആവോലിയാണ്. നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ആവോലിയാണ് ഞാൻ ഈ മീൻ പൊള്ളിക്കുന്നതിന് വേണ്ടി എടുത്തിരിക്കുന്നത്. നന്നായി ക്ലീൻ ചെയ്ത് വരഞ്ഞിട്ട് വെച്ചിട്ടുള്ള മീനാണിത്. കരിമീനും നമുക്ക് ഫിഷ് പൊള്ളിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. മാരിനേറ്റ് ചെയ്യാൻ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് ഫിഷ് മാരിനേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യണം. നെക്സ്റ്റ് നമ്മൾ ഈ മീൻ നന്നായി മാരിനേറ്റ് ചെയ്യണം. മുളകെല്ലാം തിരുമ്പി വെച്ച് ഒരു 30 മിനിറ്റ് നമ്മൾ മാരിനേറ്റ് ചെയ്യാനായിട്ട് വെച്ചിരിക്കണം. നെക്സ്റ്റ് നമുക്ക് ഈ മീൻ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. നെക്സ്റ്റ് ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേനും മീൻ അതിലോട്ട് ഇടണം. എന്നിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്യണം. ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ മീൻ ഷാലോ ഫ്രൈ ചെയ്യാനായിട്ട്. ഏകദേശം കുക്കായി കഴിയുമ്പോഴത്തേനും നെക്സ്റ്റ് സൈഡിലേക്ക് തിരിച്ചിടണം. എന്നിട്ട് വീണ്ടും അടച്ചു വെച്ച് വേവിക്കണം. മീൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ ഈ മീൻ പൊള്ളിക്കുന്നതിനുള്ള മസാലയുടെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ചുവന്നുള്ളിയാണ്. ഏകദേശം ഒരു 26 ചുവന്നുള്ളി ഞാൻ ഇതിനകത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചുവന്നുള്ളി ഉപയോഗിക്കാൻ വേണ്ടെങ്കിൽ ഒരു വലിയ സബോള നമുക്ക് ചെറുതായി അരിഞ്ഞ് ഉപയോഗിക്കാവുന്നതാണ്. ഒരു ചെറുതായി അരിഞ്ഞ തക്കാളി,
2 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കറിവേപ്പില, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി, ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. നെക്സ്റ്റ് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ചതയ്ക്കാൻ പോവുകയാണ്. ഇപ്പോൾ ചതയ്ക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ കഷ്ണങ്ങളായി വെളുത്തുള്ളിയും ഇഞ്ചിയും അരിയാവുന്നതാണ്. ചതയ്ക്കുന്നതാണ് മീൻ പൊള്ളിക്കുന്നതിന് കൂടുതൽ രുചി നൽകുന്നത്. നെക്സ്റ്റ് ഒരു പാൻ എടുത്ത് അതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി കഴിയുമ്പോൾ ഉള്ളി അതിലോട്ട് ഇടുക. കുറച്ച് ഉപ്പ് ഇടുക. ഉപ്പിടുമ്പോൾ സബോള പെട്ടെന്ന് വാടാനായിട്ട് എളുപ്പമായിരിക്കും. നെക്സ്റ്റ് ചതച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും സബോളയുടെ മിക്സിലേക്ക് ഇടുക. എന്നിട്ട് നന്നായി ഇളക്കുക. എന്നിട്ട് അടച്ചു വെച്ച് വേവിക്കുക. തീ എപ്പോഴും ലോ ഫ്ലെയിമിലായിരിക്കണം. നെക്സ്റ്റ് കറിവേപ്പില ഇട്ട് ഒന്നുകൂടി വഴറ്റുക. വീണ്ടും അടച്ചു വെച്ച് വേവിക്കുക. സബോള ഏകദേശം വാടിക്കഴിയുമ്പോൾ തക്കാളി അതിലോട്ട് ഇടാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. തക്കാളി നന്നായി വഴണ്ടി കഴിയുമ്പോൾ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർക്കണം. നന്നായി മിക്സ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി മീനിന്റെ കോട്ട് ചെയ്ത് നമുക്കിത് പൊള്ളിച്ചെടുക്കാവുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ വാഴല വാട്ടാൻ പോവുകയാണ്. അതിനുവേണ്ടി ഗ്യാസ് ഓൺ ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ആക്കുക. ഇപ്പോൾ നമ്മുടെ വാഴല നന്നായി വാടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്ത് മീൻ വെച്ച് പൊള്ളിച്ചെടുക്കാവുന്നതാണ്. ഇതാണ് നമ്മൾ വഴറ്റിയെടുത്ത വാഴല. ഇനി ഇതിലേക്ക് നമ്മൾ മസാല ഇടും. അതിന് മേലെയായിരിക്കും നമ്മൾ മീനിടും. അതിന് മേലെ ഒന്നുകൂടി മീനിട്ട് നമ്മൾ കെട്ടി പൊള്ളിക്കാൻ വെക്കുന്നതായിരിക്കും. നമ്മളിപ്പോൾ വഴറ്റിയ വാഴലയിൽ നമ്മുടെ മസാല ഇട്ടു. ഇനി നമ്മൾ ഇതിന് മേലേക്ക് നമ്മൾ മീനിടുകയാണ്. ഇനി ഇതിന്റെ മേലേക്ക് നമ്മൾ വീണ്ടും മസാല ഇടും.
ഇനി നമ്മൾ ഈ മീൻ കെട്ടാൻ പോവുകയാണ്. നൂലുപയോഗിച്ച് നന്നായി ടൈറ്റായി കെട്ടാം. നമ്മളിനി ഈ മീനെ പൊള്ളിച്ചെടുക്കാൻ പോവുകയാണ്. പൊള്ളിച്ചെടുക്കാൻ വേണ്ടി ഞാൻ ഒരു മൺചട്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോർമൽ പാൻ യൂസ് ചെയ്യാം. മൺചട്ടി ആയിരിക്കും കുറച്ചുകൂടി നല്ലത്, രുചിക്ക് നല്ലതും മൺചട്ടിയാണ്. അപ്പോൾ മൺചട്ടിയിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് തൂക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് മീനിടുകയാണ്. ഇതിലേക്ക് മീനിട്ട് നമ്മളിനി മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കുന്നതാണ്. ഒരു 5 അല്ലെങ്കിൽ 6 മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിക്കണം. അഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് ഈ മീൻ തിരിച്ചിട്ട് വേവിക്കാവുന്നതാണ്. ഒന്നുകൂടി കുറച്ചു നേരം അടച്ചു വെച്ച് വേവിക്കണം. നമ്മുടെ മീൻ ഇപ്പോൾ റെഡി ആയി കഴിഞ്ഞു. നമ്മുടെ മീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി തുറന്നു നോക്കാം. നമ്മുടെ മീൻ പൊള്ളിച്ചത് ഇപ്പം റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ please subscribe to my YouTube channel, like, share and comment on this video. Thank you.